നോക്കൂ ഗൈസ്, എൻ്റെ ഫാദർ ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഇതൊരു ചപ്പാത്തി എക്സ്പേർട്ടാണ്. ഭയങ്കര സ്പീഡില്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അയ്യോ, ഒറ്റ നിപ്പിലൊരു 100 ചപ്പാത്തി പെട്ടെന്ന് ഓടിച്ചിട്ട് പുള്ളി ഉണ്ടാക്കും. ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളേ. നോക്ക്, ഇപ്പം തന്നെ എത്ര എണ്ണം ഉണ്ടാക്കി. ഞാൻ ഇത് ചെയ്തോളാം. നോക്ക്, 1 2 3 4 5 6 എണ്ണം ആയി. 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. 6 എണ്ണം ഉണ്ടാക്കി. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാനും അച്ചാച്ചനും കൂടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അല്ലേ അച്ഛാ? അച്ചാച്ചൻ പരത്തും, ഞാനിത് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു എണ്ണ തിരിച്ചു കൊടുക്കും. ഇത് നെയ്യാണോ എണ്ണയാണോ? നെയ്യ് കണ്ടോ, ഗീ ആണോ? അപ്പോൾ ഇതാ നോക്ക്, പെട്ടെന്ന് തന്നെ കത്തിയെടുത്തു. അതെന്താണെന്നറിയാമോ, എൻ്റെ പപ്പയുടെ ഫാദറില്ലേ നേവിയിലായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ എപ്പോഴും പല രാജ്യത്തും നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഇപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നാട്ടിലൊക്കെ വരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എപ്പോഴും. അപ്പം ഇവരൊത്തിരി മക്കളുണ്ടല്ലോ. അപ്പം എൻ്റെ പാപ്പ അമ്മയെ സഹായിക്കും അടുക്കളയിൽ. അപ്പോൾ അമ്മ കുറേ മക്കളുള്ളതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ ചപ്പാത്തി. അപ്പം എൻ്റെ പപ്പ പോയി ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കി സഹായിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനെ ചപ്പാത്തിക്ക് എക്സ്പേർട്ടായി മാറിയത്. ഇട്ടോളൂ. സാരല്ല, എക്സ്ട്രാക്ഷൻ്റെ സൗണ്ട്. കൊതിയായിട്ട് വയ്യ. കൊതിയെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നു. രാവിലെ കുറേ നടന്നിട്ടൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചെടി നടലും വൃത്തിയാക്കലും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ്. കറി റെഡിയാവുന്നതേ ഉള്ളൂ. റെഡിയായി കഴിഞ്ഞിട്ട് കാണിക്കാം. കണ്ടോ, ചപ്പാത്തി എക്സ്പെർട്ട്. ഹലോ ഗൈസ്, നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്ക്, എല്ലാം അടിപൊളി ചപ്പാത്തി. ഇത്ര ചപ്പാത്തി കാണും മൊത്തം? 1 2 3 4 5 6 7 അതിൽ കൂടുതലുണ്ട്. 1 2 3 ഒരു 10 25 എണ്ണം കാണും. ഇത്രയും ഞങ്ങൾ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ കറി, ഉരുളൻകിഴങ്ങും മത്തങ്ങയും കൂടെ. ഞാൻ കറി വെച്ചാണ്. അപ്പോൾ എൻ്റെ അപ്പൻ ചപ്പാത്തി ഉണ്ടാക്കി, ഞാൻ കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇനി ഞാൻ കഴിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ.